നമസ്കാരം. പ്രൈം ടുഡേയിലേക്ക് സ്വാഗതം. നോക്കാം ഇന്നത്തെ പ്രധാന വാർത്തകൾ. തിരൂർ EMS പാർക്കിൽ തിരൂർ ബിനാലേക്ക് നിറപ്പകിട്ടാർന്ന തുടക്കം. ജ്ഞാനോദയം ദ്വിദിന ക്യാമ്പ് സമാപിച്ചു. അനധികൃതമായി സൂക്ഷിച്ചു വെച്ച വിദേശ നിർമ്മിത മദ്യവും നിരോധിത പുകയില ഉൽപ്പന്നങ്ങളും പിടികൂടി. ലോക്സഭാ തെരഞ്ഞെടുപ്പ് പൊന്നാനി മണ്ഡലത്തിൽ 7180 പോസ്റ്റൽ വോട്ടുകൾ. കുടുംബസംഗമവും സ്നേഹവീടിൻ്റെ സമർപ്പണവും സ്നേഹാദരവും ശ്രദ്ധേയമായി. മോദി സർക്കാരിനെതിരെ തൊഴിലാളി ഐക്യം രൂപപ്പെടുത്തി ചേർക്കുമെന്ന് FITU. വിശദമായ വാർത്തകൾ. കലാസാഹിത്യ സാംസ്കാരിക മേഖലയിലുള്ളവരെ അണിനിരത്തിക്കൊണ്ട് തുഞ്ചൻ കലാകൂട്ടായ്മയുടെ നേതൃത്വത്തിൽ തിരൂർ EMS പാർക്കിൽ സംഘടിപ്പിക്കുന്ന തിരൂർ ബിനാലേക്ക് നിറപ്പകിട്ടാർന്ന തുടക്കം പ്രശസ്ത സംവിധായകൻ പ്രിയാനന്ദൻ ഉദ്ഘാടനം ചെയ്തു. മെയ് 1 മുതൽ 7 വരെയാണ് തിരൂർ EMS പാർക്കിൽ തിരൂർ ബിനാലെ സംഘടിപ്പിക്കുന്നത്. പ്രശസ്ത സംവിധായകൻ പ്രിയാനന്ദൻ ഉദ്ഘാടനം നിർവഹിച്ചു. MRD അതേപോലെയുള്ള മഹത്തായിട്ടുള്ള ആളുകൾ EMS സ്ക്വയറാണ്. EMS ഒന്നാണ് പ്രോമോട്ടർ ആയിട്ടുള്ളത്. പിന്നെ കുന്നിമനയിൽ വെച്ചിട്ടാണ്. കുന്നിമന എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ തൃശ്ശൂരിൻ്റെ അടുത്താണ്. ഞാനൊക്കെ താമസിക്കുന്ന ഒരു സ്ഥലത്തുനിന്ന് വല്ലച്ചിറ എന്ന് പറയുന്നത് ഞങ്ങൾക്ക് ഇങ്ങനെ 5 കിലോമീറ്റർ. അപ്പോൾ ആ മനയിൽ വെച്ചാണ് അതിൻ്റെ ഒരുക്കങ്ങളൊക്കെ തന്നെ സംഭവിക്കുന്നത്. അതിൻ്റെ പടയൊരുക്കങ്ങൾ സംഭവിക്കുന്നത് അങ്ങനെയാണ്. അപ്പോൾ അന്ന് വരെ നിലനിന്നിരുന്ന ആചാരങ്ങളെയും അനാചാരങ്ങൾക്കും എതിരെയുള്ള ഒരു പടയൊരുക്കമായിരുന്നു എന്നതാണ്. അത്തരമൊരു ഒരുക്കത്തിൽ നിന്ന് കാതുകളിൽ നിന്ന് കാതുകളിലേക്ക് സഞ്ചരിക്കുകയും ആ സഞ്ചാരം ഒരു കേരളത്തിൻ്റെ വിസ്ഫോടനമാവുകയും ചരിത്രമായി മാറുകയും ചെയ്യുന്നതാണ്. അപ്പോൾ ആ നാടകം ആയിരക്കണക്കിന് ആളുകളെ നമ്മൾ കാണുന്ന പോലെ സൂപ്പർ ഹിറ്റായിട്ട് മാറിയിട്ടോ അങ്ങനെ ഓടിയിട്ടോ ഒന്നുമല്ല. പക്ഷെ അത് കാതുകളിലൂടെയുള്ള ഏറ്റവും പൊളിറ്റിക്കലായിട്ടുള്ള ഒരു സഞ്ചാരമായിരുന്നു എന്നതാണ്. അപ്പം അത്തരം സഞ്ചാരങ്ങൾ തന്നെയാണ് പലപ്പോഴും പല പ്രദേശത്തും നടക്കുക എന്നുള്ളത്. ഖാദർ തിരൂർ അധ്യക്ഷത വഹിച്ചു. A. ഗോപാലകൃഷ്ണൻ, അഡ്വക്കേറ്റ് ചന്ദ്രശേഖരൻ, PP അബ്ദുറഹിമാൻ, ഫിറോസ് ബാബു, ബഷീർ പുത്തൻ വീട്ടിൽ തുടങ്ങിയവർ സംസാരിച്ചു. സന്ധ്യ പാലേരി സ്വാഗതവും ലെസ്ലി ഡി ഹാരി നന്ദിയും പറഞ്ഞു. തുഞ്ചൻ കലാകൂട്ടായ്മയ്ക്ക് കീഴിൽ 1000-ലേറെ ലോകോത്തര സൃഷ്ടികളുമായാണ് തിരൂർ EMS പാർക്കിൽ ഒരാഴ്ച നീണ്ടു നിൽക്കുന്ന തിരൂർ ബിനാലെ സംഘടിപ്പിക്കുന്നത്. ഡ്രോയിങ്, കഥാരചന, കവിതാലാപന മത്സരങ്ങൾ നടക്കും. നൃത്തസന്ധ്യ, കുട്ടിപ്പട്ടാളം, കുട്ടികളുടെ കലാപരിപാടികൾ, നാടകങ്ങൾ, കളമെഴുത്തുപാട്ട്, സംഗീത ദിശ, സാംസ്കാരിക സദസ്സ്, സംഗീത വിരുന്ന്, നൃത്ത മത്സരങ്ങൾ, ഷോർട്ട് ഫിലിം പ്രദർശനം എന്നിവയും വിവിധ ദിവസങ്ങളിലായി നടക്കും. മുഴുവൻ ദിവസങ്ങളിലും രാവിലെ 10 മണി മുതൽ രാത്രി 8 വരെ ചിത്രശില്പ പ്രദർശനവും ഉണ്ടാവും. മെയ് 7 വൈകിട്ട് 5 നടക്കുന്ന സമാപന സമ്മേളനം മന്ത്രി V. അബ്ദുറഹിമാൻ ഉദ്ഘാടനം നിർവഹിക്കും. വെട്ടം ന്യൂസ്, തിരൂർ. തിരൂർ താലൂക്ക് NSS കരയോഗ യൂണിയന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ചു വരുന്ന കൗമാരക്കാർക്കുള്ള ജ്ഞാനോദയം ദ്വിദിന ക്യാമ്പ് സമാപിച്ചു. സമാപന സമ്മേളനം മലപ്പുറം ജില്ലാ വിദ്യാഭ്യാസ ഡയറക്ടർ KP രമേഷ് കുമാർ ഉദ്ഘാടനം ചെയ്തു. നിങ്ങൾക്ക് കിട്ടിയ ജ്ഞാനം, ഞാൻ കുട്ടികളോട് എന്താണ് നിങ്ങൾക്ക് കിട്ടിയ ജ്ഞാനം? ജ്ഞാനത്തിന്റെ ഉദയമാണല്ലോ ജ്ഞാനോദയം. നിങ്ങൾക്ക് എന്ത് ജ്ഞാനമാണ് കിട്ടിയത്? ഓക്കെ, മന്നത്താചാര്യനെ പറ്റി നിങ്ങൾക്ക് ഒരു ധാരണ കിട്ടിയെങ്കിൽ ആരായിരുന്നു മന്നത്താചാര്യൻ? നമ്മളിതൊരു പുതിയ വിവരം കിട്ടാൻ വേണ്ടിയിട്ട് സാധാരണഗതിയിൽ നിങ്ങൾ പുറത്താണെങ്കിൽ, ഇപ്പൊ നിങ്ങളുടെ മൊബൈലില്ല, പുറത്താണെങ്കിൽ നിങ്ങൾ ആദ്യം ചെയ്യുക എന്താണ്? ഉടനെ ഗൂഗിൾ ചെയ്യും, അല്ലെ? ഗൂഗിൾ ചെയ്ത് കഴിഞ്ഞാൽ എന്തായിരിക്കും മന്നത്താചാര്യനെ പറ്റി നിങ്ങൾക്ക് കിട്ടുന്ന വിവരം?
അല്ല, സോഷ്യൽ റിഫോം, ഫ്രീഡം ഫൈറ്റർ ആൻഡ് ദ ഫൗണ്ടർ ഓഫ് NSS എന്നാണ് കാണുക. എന്ന് പറഞ്ഞാൽ മൂന്നാം സ്ഥാനത്താണ് എന്ത് കാണുക? NSS പ്രസ്ഥാനങ്ങളുടെ സ്ഥാപകൻ എന്ന് കാണുക. He was a social reform, സാമൂഹിക പരിഷ്കർത്താവ്. Secondly, he was a freedom fighter. അദ്ദേഹം സ്വാതന്ത്ര്യ സമര സേനാനിയായി. പ്രൊഫസർ ടി ഗീത, ഡോക്ടർ എസ് രമേഷ് കുമാർ, ഡോക്ടർ മീന മേനോൻ, അഖിലേഷ് നന്ദകുമാർ, ടി വി ശ്രീകല കുരുക്കൾ എന്നിവർ ക്ലാസുകൾ എടുത്തു. തൃപ്രങ്ങോട് വല്ലഭട്ടരി കളരി സംഘത്തിലെ കളരി അഭ്യാസികളുടെ കളരിപ്പയറ്റുമുണ്ടായിരുന്നു. സമാപന ദിവസം ഹരീഷ് കുമാർ, നവീൻ ഗണേഷ് എന്നിവർ ക്ലാസ് എടുത്തു. സമാപന സമ്മേളനം മലപ്പുറം ജില്ലാ വിദ്യാഭ്യാസ ഡയറക്ടർ KP രമേഷ് കുമാർ ഉദ്ഘാടനം ചെയ്തു. NSS അസിസ്റ്റന്റ് രജിസ്ട്രാർ വി ഉണ്ണികൃഷ്ണൻ, വി വേണുഗോപാലൻ നായർ, വി വാണികാന്തൻ മാസ്റ്റർ, എസ് മഹേഷ് കുമാർ എന്നിവർ സംസാരിച്ചു. വെട്ടം ന്യൂസ്, തിരൂർ. അനധികൃതമായി സൂക്ഷിച്ചുവെച്ച വിദേശ നിർമ്മിത മദ്യവും നിരോധിത പുകയില ഉൽപ്പന്നങ്ങളും പിടികൂടി. മൂച്ചിക്കലിലെ പലചരക്ക് കടയിൽ സൂക്ഷിച്ച 9 ലിറ്റർ വിദേശ മദ്യവും സർക്കാർ നിരോധിത പുകയില ഉൽപ്പന്നങ്ങളുമാണ് താനാളൂർ മൂച്ചിക്കലിലെ ഇടശ്ശേരി സുരേഷ് ബാബു എന്നയാളുടെ പലചരക്ക് കടയിൽ നിന്നും താനൂർ പോലീസ് പിടികൂടിയത്. സർക്കാർ ഡ്രൈ ഡേ പ്രഖ്യാപിച്ച മെയ് 1-ാം തീയതി മൂച്ചിക്കലിലെ പലചരക്കു കടയിൽ സൂക്ഷിച്ച 9 ലിറ്റർ വിദേശ മദ്യവും സർക്കാർ നിരോധിത പുകയില ഉൽപ്പന്നങ്ങളുമാണ് താനാളൂർ മൂച്ചിക്കലിലെ ഇടശ്ശേരി സുരേഷ് ബാബു എന്നയാളുടെ പലചരക്കു കടയിൽ നിന്നും താനൂർ പോലീസ് പിടികൂടിയത്. താനൂർ ഇൻസ്പെക്ടർ SHO മാത്യു ജെക്ക് ലഭിച്ച രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ താനൂർ SI അജിത്തും സംഘവുമാണ് അനധികൃതമായി സൂക്ഷിച്ചുവെച്ച മദ്യവും പുകയില ഉൽപ്പന്നങ്ങളും പിടികൂടിയത്. വെട്ടം ന്യൂസ്, താനൂർ. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മലപ്പുറം ലോക്സഭാ മണ്ഡലത്തിൽ 7405 പൊന്നാനി മണ്ഡലത്തിൽ 7180 പോസ്റ്റൽ വോട്ടുകൾ. ഇതോടെ മലപ്പുറത്തെ പോളിംഗ് ശതമാനം 73.40 പൊന്നാനിയിലെ പോളിംഗ് ശതമാനം 69.70 പൊന്നാനി മണ്ഡലത്തിൽ അവശ്യ സർവീസ് വിഭാഗത്തിൽ 99, 85 വയസ്സ് മുകളിലുള്ള ഹോം വോട്ടിംഗ് വിഭാഗത്തിൽ 3450, ഭിന്നശേഷിക്കാരായ 1772 പോളിംഗ് ഉദ്യോഗസ്ഥരായ 1807 പേരാണ് പോസ്റ്റൽ വോട്ട് ചെയ്തത്. പോളിംഗ് ബൂത്തുകളിൽ ഇലക്ട്രോണിക്സ് വോട്ടിംഗ് മെഷീനിൽ വോട്ട് രേഖപ്പെടുത്തിയത് മലപ്പുറത്ത് 72.9%, പൊന്നാനിയിൽ 69.21% മലപ്പുറം മണ്ഡലത്തിൽ അവശ്യ സർവീസ് വിഭാഗത്തിൽ 287, 85 വയസ്സിന് മുകളിലുള്ള ഹോം വോട്ടിംഗ് വിഭാഗത്തിൽ 3926, ഭിന്നശേഷിക്കാരായ 1800 പോളിംഗ് ഉദ്യോഗസ്ഥർ 1303 പേരാണ് പോസ്റ്റൽ വോട്ട് ചെയ്തത്. ഇതുവരെ 89 സർവീസ് വോട്ടർമാരുടെ തപാൽ ബാലറ്റുകളും ലഭിച്ചു. പൊന്നാനി മണ്ഡലത്തിൽ അവശ്യ സർവീസ് വിഭാഗത്തിൽ 99, 85 വയസ്സിന് മുകളിലുള്ള ഹോം വോട്ടിംഗ് വിഭാഗത്തിൽ 3459, ഭിന്നശേഷിക്കാരായ 1772 പോളിംഗ് ഉദ്യോഗസ്ഥരായ 1807 പേരാണ് പോസ്റ്റൽ വോട്ട് ചെയ്തത്. ഇതുവരെ സർവീസ് വോട്ടർമാരുടെ 43 തപാൽ ബാലറ്റുകളും ലഭിച്ചു. വെട്ടം ന്യൂസ്, മലപ്പുറം. ചെമ്പ്ര സ്കൂളിൽ നിന്നും 1988 7ാം ക്ലാസ് പഠനം പൂർത്തിയാക്കിയ സഹപാഠികളുടെ കൂട്ടായ്മയായ 89 വിരിഞ്ഞ പൂക്കൾ ചെമ്പ്ര സ്കൂളിൽ നടത്തിയ കുടുംബസംഗമവും സ്നേഹവീടിൻ്റെ സമർപ്പണവും മിനി ടീച്ചർക്കുള്ള സ്നേഹാദരവും ശ്രദ്ധേയമായി. തിരൂർ MLA കുറുക്കോൾ മൊയ്തീൻ ഉദ്ഘാടനം ചെയ്തു. പിന്നിട്ട 4 ആണ്ടുകൾ കൊണ്ട് ശ്രദ്ധേയമായ ക്ഷേമകാരുണ്യ പ്രവർത്തനങ്ങളാൽ സർഗാത്മക പരിപാടികളാൽ ചെമ്പ്ര നാടിനും ചെമ്പ്രയിലെ ഇതളുകളുടെ കുടുംബത്തിനും കൺകുളിർമയായി മാറിയ 89 വിരിഞ്ഞ പൂക്കൾ ചെമ്പ്ര സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥി കൂട്ടായ്മ ഇന്ന് ചരിത്രത്താളുകളിൽ തങ്കലിപികളാൽ രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്നു. കുടുംബസംഗമത്തിൽ സഹപാഠികളുടെയും കുടുംബാംഗങ്ങളുടെയും വിവിധ കലാപരിപാടികൾ അരങ്ങേറി. സർവീസിൽ നിന്നും വിരമിക്കുന്ന മിനി ടീച്ചർക്കുള്ള സ്നേഹാദരത്തിന്റെ ഭാഗമായി സ്നേഹറാലി നടന്നു. ചെമ്പ്ര കുരിക്കൽപ്പടിയിൽ നിന്നും ആരംഭിച്ച റാലിയിൽ വിവിധ ക്ലബ്ബുകൾ, പൂർവ്വ വിദ്യാർത്ഥി കൂട്ടായ്മകൾ, നാട്ടുകാർ, അധ്യാപകർ തുടങ്ങിയ നിരവധി പേർ പങ്കെടുത്തു. പൊതുസമ്മേളനം തിരൂർ MLA കുറുക്കോൾ മൊയ്തീൻ ഉദ്ഘാടനം ചെയ്തു. ചെമ്പ്ര മഹല്ല മുദ്രീസ് സലാഹുദ്ദീൻ ഫൈസി താക്കോൽ ദാനം നിർവഹിച്ചു സംസാരിച്ചു. 89 വിരിഞ്ഞ പൂക്കളുടെ സ്നേഹോപഹാരം മിനി ടീച്ചർക്ക് നൽകി MLA ആദരിച്ചു. പുതിയ HM-ആയി ചുമതലയേൽക്കുന്ന പ്രവീൺ മാഷെ 89 വിരിഞ്ഞ പൂക്കൾക്ക് വേണ്ടി നഗരസഭാ ചെയർപേഴ്സൺ മൊമെന്റോ നൽകി ആദരിച്ചു. മൻസൂർ മൂപ്പൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ നഗരസഭാ പ്രതിപക്ഷ നേതാവ് S ഗിരീഷ്, കൊക്കോടി മൊയ്തീൻകുട്ടി ഹാജി, ജനപ്രതിനിധികളായ നാസർ മൂപ്പൻ, അബ്ദുറഹ്മാൻ എന്ന ബാവ, പ്രസന്ന പയ്യപ്പന്ത, സ്കൂൾ മാനേജർ അബ്ദുൽ ലത്തീഫ് മൂപ്പൻ, മുത്തുക്കോയ തങ്ങൾ, ആസാദ് മൂപ്പൻ, PT മുഹമ്മദ് അലി, രാമചന്ദ്രൻ കൊടുക്കിൽ, അലി പറമ്പിൽ, മുഹമ്മദ് മാഷ്, പ്രവീൺ കൊള്ളാഞ്ചേരി, കരീം മൂപ്പൻ,
പൗരപ്രമുഖർ, പൂർവ്വകാല അധ്യാപകർ തുടങ്ങിയവർ സംസാരിച്ചു. 89 വിരിഞ്ഞ പൂക്കളുടെ കൺവീനർ പി സുബൈർ ആമുഖ പ്രഭാഷണം നടത്തി. കോർഡിനേറ്റർ PT ഫൗസിയ നന്ദി പറഞ്ഞു. തുടർന്ന് വൈകിട്ട് 7 മണിക്ക് ചലച്ചിത്ര പിന്നണി ഗായകൻ ഷബീർ അലിയും സംഘവും അവതരിപ്പിച്ച ഗസൽ വിരുന്നും അരങ്ങേറി. വെട്ടം ന്യൂസ്, തിരൂർ. മോദി സർക്കാരിനെതിരെ തൊഴിലാളി ഐക്യം രൂപപ്പെടുത്തി ചേർക്കുമെന്ന് FITU സംസ്ഥാന കമ്മിറ്റി അംഗം ഖാദർ അങ്ങാടിപ്പുറം. മലപ്പുറം ജില്ലാ കമ്മിറ്റി സംഘടിപ്പിച്ച റാലി ഉദ്ഘാടനം ചെയ്തു സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. മണിക്കൂർ ജോലി എന്നുള്ള തൊഴിൽ അവകാശം പുനഃസ്ഥാപിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് നടത്തിയ വലിയ ഒരു സമരത്തിൻ്റെ ഭാഗമായിട്ട് ധാരാളക്കണക്കിന് തൊഴിലാളികൾക്ക് ആ സമരത്തിൻ്റെ ഭാഗമായിട്ട് പരിക്കേൽക്കുകയും അതോടൊപ്പം തന്നെ പല തൊഴിലാളികളും രക്തസാക്ഷികളാവുകയും ചെയ്തു. ഞങ്ങൾ നേരത്തെ ഇങ്ങോട്ട് പോരുമ്പോൾ ഈ തൊഴിലാളികളുടെ നമുക്കിന്ന് ധാരാളം സംവിധാനങ്ങൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ബന്ധപ്പെടാനുമൊക്കെ ധാരാളം സംവിധാനങ്ങളുള്ള ഈ പുതിയ കാലഘട്ടത്തിൽ, ഇത്രത്തോളം സംവിധാനങ്ങളില്ലാത്ത ഒരു കാലഘട്ടത്തിൽ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലായി 4 ലക്ഷത്തോളം വരുന്ന തൊഴിലാളികൾ ഈ സമരത്തിൽ പങ്കെടുക്കുകയും അതോടൊപ്പം തന്നെ 40,000 വരുന്ന തൊഴിലാളികൾ ആ ചിക്കാഗോയിലെ തെരുവിൽ സംഘടിച്ചുകൊണ്ട് ഈ രാജ്യത്തുള്ള ഈ തൊഴിലാളികൾക്ക് വേണ്ടി ഒരു സമരം നടത്തിയപ്പോൾ അവരുടെ തൊഴിലാളികളുടെ കെട്ടുറപ്പും അതോടൊപ്പം തന്നെ തൊഴിലാളികളും തമ്മിലുള്ള പരസ്പര ബന്ധം ആ ഒരു കാലഘട്ടത്തിൽ എത്ര ഉണ്ടായിരുന്നു എന്നുള്ളതാണ് നമ്മൾ പരിശോധിക്കേണ്ടത്. FITU ജില്ലാ ജനറൽ സെക്രട്ടറി ഫസൽ തിരൂർക്കാട് അധ്യക്ഷത വഹിച്ചു. വെൽഫെയർ പാർട്ടി ജില്ലാ ജനറൽ സെക്രട്ടറി KV സഫീർ ഷാ മുഖ്യപ്രഭാഷണം നടത്തി. ഓൾ കേരള മത്സ്യത്തൊഴിലാളി യൂണിയൻ ജില്ലാ പ്രസിഡന്റ് സലീം പറവണ്ണ, കർഷക തൊഴിലാളി യൂണിയൻ ജില്ലാ പ്രസിഡന്റ് മജീദ് മാടമ്പാട്ട്, കാറ്ററിംഗ് ഹോട്ടൽ വർക്കേഴ്സ് യൂണിയൻ കൺവീനർ KM കുട്ടി, ബിൽഡിംഗ് കൺസ്ട്രക്ഷൻ ലേബേഴ്സ് യൂണിയൻ ജില്ലാ സെക്രട്ടറി സാനു ചെട്ടിപ്പടി, വഹാബ് വെട്ടും, റഷീദ് കൽപ്പകഞ്ചേരി, വൈസ് പ്രസിഡന്റ് ആരിഫ് ചുണ്ടേൽ തുടങ്ങിയവർ സംസാരിച്ചു. FITU ജില്ലാ സെക്രട്ടറി മുജീബ് കോലളമ്പ് സ്വാഗതം പറഞ്ഞു. FITU ജില്ലാ വൈസ് പ്രസിഡന്റ് MK അലവി നന്ദിയും പറഞ്ഞു. നാസർ താനൂർ, കമ്മിറ്റി ഹനീഫ പൂക്കേൽ, ഷറഫുദ്ദീൻ കോലാടി, ഷുഹൈബ് താനൂർ, റീന സാനു തുടങ്ങിയവർ തിരൂർ റിംഗ് റോഡിൽ നിന്ന് ആരംഭിച്ച തൊഴിലാളി റാലിക്ക് നേതൃത്വം നൽകി. വെട്ടം ന്യൂസ്, മലപ്പുറം. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാവുന്നു. നന്ദി, നമസ്കാരം.